വരലക്ഷ്മി ശരത്കുമാർ തമിഴ്, തെലുങ്ക് സിനിമകളിൽ അഭിനയിക്കുന്ന ഒരു ഇന്ത്യൻ നടിയാണ്. കൂടാതെ ചില കന്നഡ, മലയാളം സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. പോട്ടാ പോടി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് വരലക്ഷ്മി അരങ്ങേറ്റം കുറിച്ചത്. നടൻ ശരത്കുമാറിന്റെയും ഛായയുടെയും മകളായി 1985 മാർച്ച് 5 ഇന്ത്യയിലെ കർണാടകയിലെ ബാംഗ്ലൂരിൽ വരലക്ഷ്മി ജനിച്ചു. നടി രാധികയാണ് വരലക്ഷ്മിയുടെ രണ്ടാനമ്മ. ചെന്നൈയിലെ സെന്റ് മൈക്കിൾസ് അക്കാദമിയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ചെന്നൈയിലെ ഹിന്ദുസ്ഥാൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് മൈക്രോബയോളജിയിൽ ബിരുദാനന്തര ബിരുദവും എഡിൻബർഗ് സർവകലാശാലയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. പ്രൊഫഷണൽ നടിയാകുന്നതിന് മുമ്പ് മുംബൈയിലെ അനുപം ഖേറിന്റെ ആക്ടിംഗ് സ്കൂളിൽ നിന്ന് അഭിനയ വൈദഗ്ധ്യം നേടിയ അവർ ഒരു പ്രൊഫഷണൽ നടിയാകുന്നു. 24 മാർച്ച് 2 മുംബൈയിൽ താമസിക്കുന്ന ഒരു ഗാലറിസ്റ്റായ നിക്കോളായ സച്ദേവുമായി വരലക്ഷ്മി ശരത്കുമാറിന്റെ വിവാഹനിശ്ചയം കഴിഞ്ഞു. 2024 ജൂലൈ 3 അവർ വിവാഹിതരായി. 2003 ശങ്കറിന്റെ ബോയ്സ് എന്ന ചിത്രത്തിനായി വരലക്ഷ്മി ഓഡിഷൻ നടത്തി. നായിക വേഷം ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ അച്ഛൻ ആ അവസരം നിരസിക്കാൻ അവളോട് ആവശ്യപ്പെട്ടു. അതുപോലെ ബാലാജി ശക്തിവേലിന്റെ കാതൽ, വെങ്കട്ട് പ്രഭുവിന്റെ സരോജ എന്നിവയിൽ അഭിനയിക്കാനുള്ള അവസരങ്ങളും അവർക്ക് നഷ്ടമായി. ലണ്ടൻ ആസ്ഥാനമായുള്ള ഒരു നർത്തകിയെ അവതരിപ്പിക്കാനുള്ള അവസരം തന്നെ ആവേശഭരിതനാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി വിഘ്നേഷ് ശിവന്റെ റൊമാന്റിക് ഡ്രാമ ചിത്രമായ പോട്ടാ പോടി എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വരലക്ഷ്മി കരാറിൽ ഒപ്പുവെച്ചു. 4 വർഷമെടുത്ത് നീണ്ട ഒരു വികസനത്തിലൂടെയാണ് ചിത്രം 2012 ഒക്ടോബറിൽ പുറത്തിറങ്ങി. സിലംബരസനൊപ്പം അഭിനയിച്ച വരലക്ഷ്മി തന്റെ പ്രകടനത്തിന് നിരൂപക പ്രശംസ നേടി. ചിത്രം ബോക്സ് ഓഫീസിൽ മിതമായ പ്രകടനം കാഴ്ചവച്ചെങ്കിലും മൾട്ടിപ്ലക്സുകളിൽ മികച്ച പ്രകടനം കാഴ്ചവച്ചു. 2014 നടൻ സുദീപിനൊപ്പം അഭിനയിച്ച തന്റെ രണ്ടാമത്തെ സംരംഭമായ കന്നഡ ചിത്രമായ മാണിക്യ. ഈ ചിത്രം ഒരു വലിയ വിജയമായിരുന്നു. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ കന്നഡ ചിത്രങ്ങളിൽ ഒന്നായി ഉയർന്നുവന്നു. 2016 മലയാള ചിത്രമായ കസബയിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചതായി അവർ ട്വിറ്ററിൽ പ്രഖ്യാപിച്ചു. താരൈ തപ്പട്ടൈ എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് മമ്മൂട്ടിയൊക്കൊപ്പം പ്രവർത്തിക്കാനുള്ള വലിയ അവസരം തനിക്ക് ലഭിച്ചതെന്ന് നടി തന്റെ ട്വീറ്റിൽ പറഞ്ഞു. തമിഴ് ചിത്രമായ അപ്പയുടെ മലയാളം റീമേക്കായ ആകാശമിട്ടായിയിലും അഭിനയിക്കാൻ വരലക്ഷ്മി പ്രതിജ്ഞാബദ്ധയായിരുന്നു. എന്നാൽ അതിന്റെ നിർമ്മാതാക്കളുടെ പെരുമാറ്റം കാരണം മര്യാദയില്ലാത്ത എന്ന് അവർ വിശേഷിപ്പിച്ചു വിട്ടു. 2017 വിക്രം വേദ, നിപുണൻ, വിസ്മയ, സത്യ, കാട്ട്, മാസ്റ്റർപീസ് എന്നീ ചിത്രങ്ങളിലാണ് വരലക്ഷ്മി പ്രത്യക്ഷപ്പെട്ടത്. ജയ ടിവിയിലെ ഉന്നൈ അറിന്താൽ എന്ന ടിവി ഷോയുടെ അവതാരകയായി വരലക്ഷ്മി മാറി. സണ്ടക്കോഴി 2, സർക്കാർ എന്നീ ചിത്രങ്ങളിൽ അവർ പ്രതിനായക വേഷം ചെയ്തു. അവളുടെ ആദ്യ തെലുങ്ക് ചിത്രമായ തെനാലി രാമകൃഷ്ണ BA തരക്കേടില്ലാത്ത വിജയം നേടി. വെൽവെറ്റ് നഗരം എന്ന ചിത്രത്തിൽ വരലക്ഷ്മി ശരത്കുമാർ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. 2020 പുറത്തിറങ്ങിയ ഡാനി എന്ന ചിത്രത്തിൽ അവൾ ആദ്യമായി പോലീസ് വേഷം ചെയ്തു. ചേസിംഗ്, സിംഗ പാർവൈ തുടങ്ങിയ പ്രധാന വേഷങ്ങളിലും അവർ അഭിനയിച്ചിട്ടുണ്ട്. സാമന്ത റൂത്ത് പ്രഭു പ്രധാന വേഷത്തിൽ അഭിനയിച്ച